പോർച്ചുഗീസുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു ദേവാലയമാണിത്. ഈ ദേവാലയത്തിന് 12 സ്തൂപങ്ങളുണ്ട്. 12 സ്തൂപങ്ങളും 12 ശിഷ്യന്മാരെ അനുകരിക്കുന്നതാണ്. ഒരു മനുഷ്യരൂപമാണ് ഈ പള്ളിയിൽ നോക്കുമ്പോൾ. കണ്ണുകളുണ്ട്, മൂക്കുണ്ട്, വാരിയെല്ലുകളുണ്ട്. അതിൻ്റെ അന്നത്തെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ആ ഒരു കലാസൃഷ്ടിയെ നിങ്ങൾ ഒന്ന് അന്ന് ഇവിടെ ലോറിയോ കാളവണ്ടി കൂടെ വരുത്തില്ല. ആ സ്ഥലത്ത് നീണ്ടര അഴിമുഖം വഴി പായ്ക്കപ്പലിൽ കല്ലും മണ്ണും കുമ്മായവും എല്ലാം കൊണ്ടുവന്ന് അവരിവിടെ നിർമ്മിച്ച ഒരു ദേവാലയമാണ്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടും ഇവിടെ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിൽ വരുന്ന വിശ്വാസികൾക്കും അനവധി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ദേവാലയമാണിത്. കടലിനോട് തീരത്തുള്ള ഒരു ദേവാലയം. ഈ കാണുന്നത് നീണ്ടര അഴിമുഖം, അഷ്ടമുടിക്കായലിൻ്റെ ശാഖയാണിത്. അതിമനോഹരമായ കാഴ്ചകളും അതിമനോഹരമായ ദ്വീപുകളും നിറഞ്ഞ ഒരു സ്ഥലമാണ് തെക്കുംഭാഗം സെൻറ്റ് ജോസഫ് ചർച്ച്.